വളരെ എളുപ്പത്തിൽ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ 100% നാച്ചുറലായിട്ടുള്ള മാംഗോ ഫ്രൂട്ടി നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇപ്പം മാങ്ങേൻ്റെ ഒക്കെ സീസണല്ലേ, അപ്പം ചില വീടുകളിലൊക്കെ മാങ്ങ ധാരാളം ഉണ്ടാവും. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 1, 2, 3, 4 ദിവസമൊക്കെ എന്തായാലും ഒരാഴ്ചയൊക്കെ എന്തായാലും നിൽക്കുക കേട്ടോ. അപ്പം നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് ധൈര്യസമേതം കൊടുക്കാം. നമുക്ക് ഒന്നും പേടിക്കണ്ട, ഇതിലൊരു പ്രിസർവേറ്റീവ്സ് ഇല്ല, വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഇതാ മാംഗോ ഫ്രൂട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഒരു 5 മാങ്ങ എടുത്തിന്. അതിൽ 4 എണ്ണം പഴുത്തതാണ് കേട്ടോ, 1 പച്ചയാണ്. അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് ഇത്. അപ്പോൾ ഈ ചെത്തി നോക്കിയപ്പോൾ നോക്കി ഇതിൻ്റെ ഉള്ളിൽ പുഴുക. അപ്പോൾ ചിലരെല്ലാം കുക്കറിലിട്ട് മുഴുവനോടെ പുഴുങ്ങിയിട്ടൊക്കെ എടുക്കും. അപ്പോൾ ആ അബദ്ധം വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഒഴിവാക്കി ഞാൻ വേറെ ഒന്ന് എടുത്ത് നല്ലതായി ചെത്തിയെടുത്ത്. ഇനി ഈ പച്ചയും കൂടി ഒന്ന് ചെത്തി കഷ്ണങ്ങളാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം അറിയാം, പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കൂടി രണ്ടും കൂടെ കുക്കറിലിട്ട് കൊടുക്കുക. അടിയിൽ ആ പച്ച തന്നെ ആയിക്കോട്ടെ, അതിനല്ലേ കുറച്ചുകൂടി വേവുള്ളേ. എന്നിട്ട് അതിൻ്റെ മേലെ പഴുത്ത മാങ്ങയും ഇടുക. എന്നിട്ടിതാ ഒരൊറ്റ ഗ്ലാസ്, അതായത് 250 ml ആണേ വെള്ളം, അത്ര ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1-2 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ മാങ്ങ വെന്തിട്ടുണ്ടാവും നല്ലോണം. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫാക്കി തണുത്തതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മാങ്ങാ കഷ്ണങ്ങളെല്ലാം കോരിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം അധികം ഉണ്ട്, ഇത് മിക്സിയിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാറ്റി വെക്കുക കേട്ടോ. ഇതാ ഞാൻ കുറച്ച് വെള്ളം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒറ്റ ട്രിപ്പായിട്ട് തന്നെ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. അതാ അടിച്ചെടുത്തത് ഞാനിതാ ഒരു അരിപ്പ വെച്ചിട്ട് തരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ആക്കിയാൽ അതിലെ നാരുകളൊക്കെ ഒന്ന് പോയി കിട്ടും. ഈ മാങ്ങയ്ക്ക് കുറച്ച് നല്ല നാരുണ്ട് കണ്ടോ, ഇത്രയും നാരുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട. അതെല്ലാം എടുത്ത് മാറ്റി നമ്മളിതാ ഇനി നമ്മുടെ ജ്യൂസ് അതിലേക്ക് സാധാരണ എല്ലാവരും ലെമൺ ജ്യൂസാണ് പിഴിയുക. അപ്പോൾ എൻ്റെ അടുത്ത് ലെമണൊന്നുമില്ല, വീട്ടിലുള്ളതാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ അത് പിഴിഞ്ഞ്, അതായത് നമ്മളെ ചതുരപ്പുളിയാണേ, വേറെ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ കോണൊക്കെ ഞാൻ ചെത്തി ഒഴിവാക്കിയണേ, അതിലാണ് ഒരു ആസിഡ് ഉള്ളത്, അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇതാ അതൊക്കെ ഒഴിവാക്കി ഒന്ന് നല്ലോണം ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി എടുത്തു. എന്നിട്ട് അതവിടെ അടച്ചു മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതായത് 1 കപ്പ് പഞ്ചസാര ഇട്ടു, അതിലേക്ക് 3 കപ്പ് വെള്ളം. നിങ്ങൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇടുക കേട്ടോ, ഒരു പിഞ്ച്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ നമ്മളെ മാംഗോൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അടിച്ചെടുത്ത അത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരേ സമയം ആയാൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ മാംഗോ ജ്യൂസ് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണേ ഇടയ്ക്കൊന്ന്. ഇപ്പം അതാ നമ്മളെ പഞ്ചസാര സിറപ്പും തിളച്ചു. ഇത് ഒരു നൂൽ പരുവ് അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ, നല്ലോണം ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് അരിച്ച് നമ്മളെ ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ മാങ്ങ വെച്ചിട്ടുണ്ടല്ലോ തിളച്ചത്, അതിലേക്ക് അരിപ്പ വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ പഞ്ചസാരയിൽ എന്തെങ്കിലും കരുടുണ്ടെങ്കിൽ അതും കൂടെ പോവട്ടെ. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചിട്ടൊന്ന് ചെറുങ്ങനെ, ഒരുപാട് കുറുകൊന്നും വേണ്ട കേട്ടോ, നല്ലോണം ബോയിൽ ചെയ്ത് ആയാൽ മതി. അപ്പം തന്നെ ഇതിനൊരു ചെറിയ തിക്നെസ് വരും. അപ്പോൾ ഇതാ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന് ആർക്കെല്ലാം ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കട്ടോ. മാങ്ങാക്കാലല്ലേ, ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചോട്ടെ, നമ്മളെ മക്കൾക്ക് സന്തോഷത്ത് പേടിക്കാതെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് തണിയാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത പാട് മൂടി വെക്കരുത്, അതിൻ്റെ ആവി തട്ടി പിന്നെ അതിൽ തന്നെ വീഴുമല്ലോ. അപ്പോൾ അത് വേണ്ട, ഇത്തിരി ഒന്ന് നല്ലോണം കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം, അതായത് ഒരുപാട് ആവി പോകുന്നത് കുറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിഡ് എടുത്തിട്ട് ഒന്ന് ചെറുക്കണിച്ച് മൂടുക. പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് പറയുക കേട്ടോ, ചെറുക്കണിച്ച് മൂടുക, അതായത് ഫുള്ളായിട്ട് മൂടാതെ സൈഡാക്കി. അപ്പോൾ ഇതാ മാംഗോ ഫ്രൂട്ടി എല്ലാം തണുത്തിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്കിത് ബോട്ടിലും ഗ്ലാസ്സിലും എല്ലാം ആക്കിയൊക്കെ ഇതാ നോക്ക് നിങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക അതേ അതുപോലെ കണ്ട ജ്യൂസി അല്ലേ,
അപ്പം ഞാനിത് ഇനി ഈ ബോട്ടിലൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കാണുമ്പം തന്നെ കൊതിയാണ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മാങ്ങ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ 3-4 മാങ്ങയില്ലേ, 2 മാങ്ങയായാലും മതി. അതിലേക്ക് ഒരു കഷ്ണം പച്ചമാങ്ങയെങ്കിലും കൂട്ടണം. അപ്പോഴാണ് അതിനൊരു പുളിപ്പ്, ഈ മാംഗോ ഫ്രൂട്ടിക്ക് ഒരു പുളിപ്പുണ്ടാവില്ലേ, ആ പുളിപ്പും ടേസ്റ്റും കൂടി വരാനതാ. എപ്പോൾ നോക്ക് നിങ്ങൾ എന്താ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഞാൻ കഴിച്ചു നോക്കി, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മാങ്ങാക്കാലത്ത് തന്നെ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇതാ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ ചിലരെല്ലാം വീഡിയോ കാണും, നല്ല നല്ല കമൻ്റ് ഇടും, പക്ഷേ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകും. അല്ലാണ്ട് അമർത്തായിട്ടൊന്നുമല്ല, എനിക്കറിയാം, പക്ഷെ വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വളരെ വളരെ ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇതുപോലെ ബോട്ടിലാക്കി വെച്ചാലേ നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് പുറത്ത് വെച്ചാൽ ഒരു 3-4 ദിവസമൊക്കെ നിൽക്കും. 3-4 ദിവസത്തേക്ക് ഒന്നും ആവില്ല, ഉറപ്പാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.